2020 റിലീസ് ചെയ്ത ഒരു സൗത്ത് കൊറിയൻ ആക്ഷൻ ഹൊറർ മൂവിയാണ് എലൈവ്. കൊറിയൻ നാട്ടില് പടർന്നു പിടിക്കുന്ന സോംബി വൈറസ്. അതോടെ പബ്ജി ഗെയിമിന് അഡിക്റ്റായ നമ്മുടെ നായകനും ഒരു ഫ്ളാറ്റിൽ പെട്ടുപോവുകയാണ്. കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല, പുറത്തേക്ക് ഇറങ്ങാനാണെങ്കിൽ അവിടെ മുഴുവനും സോംബികളുടെ പൂണ്ട് വിളയാട്ടവും. അങ്ങനെയുള്ളപ്പോൾ അവൻ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കും? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ അതിരാവിലെ 10 മണിക്ക് ഉറക്കമെഴുന്നേൽക്കുന്ന നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. ജൂൻഹോ എന്നാണ് ആളുടെ പേര്. ഡേ ഫുള്ള് കുത്തിയിരുന്ന് പബ്ജി സ്ട്രീം ചെയ്യലാണ് പുള്ളിക്കാരന്റെ പണി. തിന്നുക, ഉറങ്ങുക, ഗെയിം കളിക്കുക, വീണ്ടും റിപ്പീറ്റ്. ഇടയ്ക്ക് വെച്ച് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് സ്കൂളിൽ പോകും. ഇന്നും അതേപോലെ നേരത്തെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുട്ടപ്പനായിട്ട് പൂമുഖത്തേക്ക് വന്നപ്പോഴാണ് അവിടെ അമ്മ എഴുതി വെച്ചിരുന്ന ഒരു കുറിപ്പ് കാണുന്നത്. വേറെ പണിയൊന്നുമില്ലെങ്കിലേ നിന്റെ പെങ്ങളെയും കൂട്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങി അമ്മ വന്ന് കാണും. പക്ഷേ ആൾ അതിന് വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. പകരം സ്ഥിരം പരിപാടിയായ ഗെയിം സ്ട്രീമിലേക്കാണ് പോകുന്നത്. ക്യാമറയൊക്കെ ഓൺ ചെയ്ത് കൂട്ടുകാരുമൊത്ത് ഗെയിമിനൊക്കെ തയ്യാറായിരിക്കുമ്പോഴാണ് ടിവിയിൽ വെറൈഡ് ആയിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ടെന്ന് അവന്റെ കൂട്ടുകാർ പറയുന്നത്. അതെന്താണെന്ന് അറിയാനായിട്ട് ജൂൻഹോ വേഗം ചെന്ന് ടിവി ഓൺ ചെയ്ത് നോക്കുന്നു. എന്നാൽ അതിനു മുന്നേ തന്നെ ഫോണിലായിട്ട് ഗവൺമെന്റിന്റെ ഒരു എമർജൻസി അലർട്ട് വരുന്നുണ്ട്. കൂടെ തന്നെ വെളിയിലായിട്ട് എന്തൊക്കെ വലിയ ബഹളങ്ങളും. അവൻ വേഗം ചെന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴോ കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തരിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ റോഡിലൂടെ ആൾക്കാർ മുഴുവനും തലങ്ങും വിലങ്ങ് പേടിച്ച് നിലവിളിച്ചോടുകയാണ്. ചില ആൾക്കാര് കണ്ണിൽ കാണുന്നവരെ മുഴുവനും കടിച്ചു പറിക്കുന്നു. അവരെ കണ്ടാണ് ആൾക്കാർ പേടിച്ചോടുന്നതും. ജൂൻഹോ ആണെങ്കിൽ ഇതെല്ലാം കണ്ടാക അന്തം വിട്ട് നിൽക്കുവാണ്. എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോഴാണ് റോഡിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഞാൻ ശ്രദ്ധിക്കുന്നത്. അമ്മ, നിങ്ങൾ എവിടെ അമ്മ? എനിക്ക് പേടിയാവുന്നു. അതേസമയം തന്നെയാണ് ആ കുട്ടിയുടെ അമ്മ അവളെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത്. എന്നാൽ അടുത്ത നിമിഷം തന്നെ സോംബിയായി മാറിയ ആ കുട്ടി തന്റെ അമ്മയുടെ കഴുത്ത് കടിച്ചു പറിച്ചെടുക്കുന്നു. സോംബികൾക്ക് എന്തമ്മ എന്തച്ഛനല്ലേ? ഈ കാഴ്ച അങ്ങോട്ട് കണ്ടപ്പോഴാണ് ജൂൻഹോവിന് കാര്യം എന്താണെന്ന് കൊണ്ട് മനസ്സിലായതും. എല്ലാം കണ്ട് ആകപ്പാടെ ഷോക്ക് അടിച്ച കാക്കയെ പോലെ നിൽക്കുമ്പോഴാണ് തന്റെ ഫ്ളാറ്റിന്റെ വാതിലായിട്ട് ആരോ മുട്ടുന്നത് പോലെ. ഒരു നിമിഷത്തേക്ക് അവനൊന്ന് ഞെട്ടിപ്പോയി. ഇനി വല്ല സോംബി ആണെങ്കിലോ? മാത്രമല്ല ആരുടെയൊക്കെ നിലവിളി ബഹളങ്ങളും ഒക്കെ കേൾക്കാം. എങ്കിലും ആരാണെന്ന് അറിയാനുള്ള ആ ഒരു ത്വരയില് അവൻ പതിയെ ചെന്ന് ഡോർ തുറന്നതും ഒരാള് അതിനകത്തേക്ക് ഇടിച്ചു കയറിയത് ഒരുമിച്ചായിരുന്നു. ഡോഡോ, തന്നോടാരാ അകത്തേക്ക് വരാൻ പറഞ്ഞത്? മര്യാദയ്ക്ക് പുറത്തു പോടാ. സോറി, ഒരു നിമിഷം. എന്റെ ചേട്ടൻ ഇപ്പോഴാ വീട്ടിലേക്ക് വന്നത്. പക്ഷേ അവന് പെട്ടെന്ന് അവനെന്തോ അയാൾക്ക് എങ്ങനെയാണ് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല. എനിക്കൊന്നും അറിയണ്ട. താൻ പുറത്തേക്ക് ഇറങ്ങേ, ഇല്ലേ ഞാൻ പോലീസിനെ വിളിക്കും. ശരി, ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങളുടെ ബാത്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ. എന്തുകൊണ്ടോ ഇത്തവണ അവനത് നിരസിക്കാൻ തോന്നിയില്ല. അയാള് ബാത്റൂമിലേക്ക് കയറിയപ്പോഴാണ് ജൂൻഹോ ടിവിയിലെ വാർത്ത ശ്രദ്ധിക്കുന്നതും. അസുഖം ബാധിച്ചവരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അക്രമകാരികളായി മാറുന്നു. കണ്ണുകൾ ചുവന്ന് തുടുക്കുന്നതും വലിയ രീതിയിൽ അലറുന്നതും ഇതിന്റെ ലക്ഷണങ്ങളാണ്. മാത്രമല്ല അസുഖം ബാധിച്ചവരെല്ലാം നരഭോജികളായി മാറുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട്. അതും കൂടി കേട്ടതും ജൂൻഹോന്റെ നല്ല ജീവനങ്ങ് പോയി. അവൻ വേഗം തന്നെ തന്റെ സേഫ്റ്റിക്കായിട്ട് ഒരു കത്തി കയ്യിലേക്ക് എടുക്കുന്നു. ബാത്റൂമിൽ കയറിയവൻ പുറത്തേക്ക് വന്നതും ജൂൻഹോ പെട്ടെന്ന് കത്തി വീശി അയാളെ ഭീഷണിപ്പെടുത്തുന്നു. സത്യമായിട്ടും എനിക്ക് ഒരു കുഴപ്പമില്ല, 1 മണിക്കൂറോടെ ഞാൻ ഇവിടെ നിന്നോട്ടെ. എന്നാൽ അയാൾ അതങ്ങോട്ട് പറഞ്ഞതും അയാളുടെ കണ്ണ് മുഴുവനും ചുവന്ന് രക്തമെല്ലാം വരാൻ തുടങ്ങിയത് ഒരുമിച്ചായിരുന്നു. പിന്നീട് ഒരു നിമിഷം വൈകിയില്ല. അയാളുടെ ശരീരത്തിലെ അസ്ഥികളെല്ലാം ഒടിഞ്ഞു നുറുങ്ങുന്നത് പോലെ വളരെ വെറീഡ് ആയിട്ടുള്ള അവസ്ഥയാണ് ജൂൻഹോ കാണുന്നത്. അവൻ ആകെ പകച്ചു നിന്ന നിമിഷം തന്നെ സോംബിയായി മാറി അയാൾ ജൂൻഹോനെ കടിക്കാനായിട്ട് വരുന്നു. എന്നാൽ ജൂൻഹോ വേഗം തന്നെ അയാളെ തള്ളി വാതിലിന് പുറത്തേക്കാക്കി പെട്ടെന്ന് കഥ വലിച്ചടച്ചു. ഭാഗ്യത്തിന് കടി കിട്ടിയില്ല. പുറത്തെ അവസ്ഥ അറിയാൻ വേണ്ടി അവൻ കീഹോളിൽ കൂടെ നോക്കിയതും നേരത്തെ പുറത്തേക്കാക്കിയവനെ ഒരു യമണ്ടൻ സോംബി വന്ന് അടിച്ചു നുറുക്കിയെടുക്കുന്നതാണ്. ഇനി അതങ്ങാണ് അകത്തേക്ക് തള്ളിക്കറി വന്നാലോ? വാതില് വഴി ആരും അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി അവൻ വേഗം തന്നെ ഒരു ഫ്രിഡ്ജ് തള്ളിക്കൊണ്ടുവന്ന് വാതിലിനടുത്തേക്ക് വെക്കുന്നു. ശേഷം വേഗം തന്നെ തന്റെ അമ്മയെ പെങ്ങളെയൊക്കെ വിളിച്ചു നോക്കിയെങ്കിലും ആരും ഫോൺ എടുക്കുന്നില്ല. അവൻ ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായി. അപ്പോഴാണ് തന്റെ ഫോണിലേക്ക് അമ്മയുടെ മെസ്സേജ് വരുന്നത്. ആര് വന്നാലും വാതിൽ തുറക്കരുത്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ടിവിയിൽ പറഞ്ഞത് കേട്ട് മോൻ പേടിക്കരുത് കേട്ടോ. ഭക്ഷണമൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കണം. 2 ദിവസം വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നോക്കാൻ നോക്ക്. അമ്മയുടെ മെസ്സേജ് കണ്ടപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. അങ്ങനെ രാത്രിയായി. ജൂൻഹോ വീട്ടിലുണ്ടായിരുന്ന ഫുഡെല്ലാം 2 ദിവസത്തേക്ക് വേണ്ടി ഡിവൈഡ് ചെയ്ത് വെക്കുവാണ്. പക്ഷേ 2 ദിവസത്തേക്കുള്ള ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. അത് അമ്മ പറഞ്ഞപ്പോ തന്നെ സാധനങ്ങൾ പോയി വാങ്ങിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഹാളിൽ തന്നെയുള്ള സോഫയിലായിട്ട് ചെന്ന് കിടന്നുറങ്ങുന്നു. അങ്ങനെ 2 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഇതുവരെ രോഗം എന്താണെന്ന് സ്ഥിരീകരിക്കുകയോ അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയ മുഴുവനും തങ്ങളെ സോംബികളിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള ഓരോ പോസ്റ്റുകളാണ്. അതിൽ തന്നെ ഒരാള് റേഞ്ച് കിട്ടാൻ വേണ്ടി വിൻഡോ സൈഡിലേക്ക് ഇറങ്ങി നിന്ന് ഫോൺ നീട്ടിപ്പിടിച്ചതും കാല് തന്നെ താഴേക്ക് വീഴുന്ന വീഡിയോ കണ്ടതും ചെക്ക പേടിച്ചുപോയി. അപ്പോഴാണ് അവന് മറ്റൊരു ഐഡിയ തോന്നുന്നത്. അവൻ വേഗം തന്നെ ഡ്രോൺ എടുത്ത് അതിലായിട്ട് തന്റെ മൊബൈൽ ഒട്ടിച്ചു വെക്കുന്നു. എല്ലാം സെറ്റ് ചെയ്ത ശേഷം അവനത് പുറത്തേക്ക് പറപ്പിക്കാൻ തുടങ്ങി. റോഡ് സൈഡും അടുത്തുള്ള ഫ്ളാറ്റുകൾ
ഫ്ളാറ്റുകളിലായിട്ടെല്ലാം അവൻ ഡ്രോൺ പറപ്പിക്കുകയാണ്. സകല ഫ്ളാറ്റുകളും സോംബികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു ഘട്ടത്തില് ഫോണിലേക്ക് റേഞ്ച് വന്നതും അവൻ പെട്ടെന്ന് തന്നെ തന്റെ അച്ഛന് കോൾ ചെയ്യുന്നു. പക്ഷേ നിർഭാഗ്യവശാല് ഫോണിലെ ചാർജ് തീർന്ന് ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നീട് അവൻ നേരെ പബ്ജി കളിക്കാനായിട്ടാണ് വരുന്നത്. എന്നാൽ കളിച്ച് പകുതിയായപ്പോഴേക്കും ഇന്റർനെറ്റും കട്ട് ചെയ്തു. ആകെയുണ്ടായിരുന്ന ആ ഒരു എന്റർടൈൻമെന്റ് പോയി. വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ നേരെ വന്ന് ഉറങ്ങാൻ കടന്നു. കുറച്ച് സമയം കഴിഞ്ഞതും എന്തോ വെടിയൊച്ച കേട്ടുകൊണ്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. പുറത്തായിട്ട് എന്തോ വലിയ ബഹളം നടക്കുന്നു. ചെന്ന് നോക്കിയപ്പോൾ അതൊരു പോലീസുകാരിയായിരുന്നു. സോംബികളെല്ലാം കൂടി അവരെ കടിച്ചു പറിക്കാനായിട്ട് ഒട്ടിക്കുകയാണ്. സോംബികളുടെ കൂട്ടത്തില് അവരുടെ കൂടെ ജോലി ചെയ്ത പോലീസുകാരുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബുള്ളറ്റ് തീർന്നു പോയി. അടുത്ത ബുള്ളറ്റ് ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സോംബികൾ മുഴുവനും അവരുടെ ദേഹത്തേക്ക് ചാടി വീണിരുന്നു. അതെല്ലാം കൂടി അവരെ കടിച്ചു പറിച്ചെടുക്കുകയാണ്. ജോൻഹോ നോക്കി നിൽക്കുമ്പോൾ തന്നെ സോംബികളെല്ലാം ചേർന്ന് അവരെ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതും ഡാ പന്ന അവരെ വിടറാ എന്നവൻ വിളിച്ചു പറയുന്നത്. ശബ്ദം കേട്ടുകൊണ്ട് ആ പോലീസുകാരി നിസ്സഹായതയോടെ അവനെ നോക്കുകയാണ്. അത്രയും വലിയ ഒച്ചയിലല്ലായിരുന്നു അവൻ വിളിച്ചു കൂവിയത്. ആ ശബ്ദം കേട്ട് വാതിലിന്റെ പുറത്തുണ്ടായിരുന്ന ഒരു സോംബി അവന്റെ വാതിൽ വന്ന് ഇടിക്കാൻ തുടങ്ങി. പണ്ടാരോടങ്ങാനായിട്ട് വാതിലിന്റെ അകത്ത് ഫ്രിഡ്ജിന്റെ പിറകിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു ആ സോംബി. അതാ ഫ്രിഡ്ജ് തള്ളി മുന്നോട്ടേക്ക് കൊണ്ടുവന്നതും ജോൻഹോ പെട്ടെന്ന് പിറകിലേക്ക് തള്ളാൻ തുടങ്ങി. പക്ഷേ സോംബിയുടെ ശക്തിക്ക് മുന്നിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയില് അവൻ നേരെ ബാൽക്കണിയിലേക്ക് ഓടുന്നു. ശേഷം കമ്പിയുടെ പുറത്തേക്ക് ഇറങ്ങി ചാഞ്ഞു നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെ മനസ്സായതുകൊണ്ട് തന്നെ അവിടേക്ക് പോയാല് താഴേക്ക് വീഴുമെന്നൊന്നും സോംബിക്ക് അറിയില്ലല്ലോ. ജോൻഹോ പെട്ടെന്ന് വന്നതും അവനെ പിടിക്കാനായിട്ട് വന്ന സോംബി ഇതേ പോകുന്ന താഴോട്ട്. അതോടെ അതിന്റെ കാര്യം ഹുദാഹവ. ഭാഗ്യത്തിന് നമ്മുടെ ചെക്കൻ താഴെ വീണില്ല. അപ്പോഴാണ് നേരത്തെ ഒരു പോലീസുകാരി സോംബികൾ പിടിച്ചുകൊണ്ട് പോയില്ലേ, അവരെയും സോംബികളുടെ കൂട്ടത്തിലായിട്ട് അവൻ കാണുന്നത്. അവനെ തന്നെ ആ സോംബി ഒരുമാതിരി ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് വന്നത് ജുൻഹു പൊട്ടിയ ഡോറെല്ലാം ഒരു വിധത്തിൽ ശരിയാക്കി വെക്കുന്നു. സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ കുറെ ഫുഡ് ഡിവൈഡ് ചെയ്ത് വെച്ചില്ലേ, ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ ഫുഡെല്ലാം ഇപ്പോൾ തറയിൽ വീണ് ചതഞ്ഞറിഞ്ഞ് കിടക്കുവാണ്. എല്ലാം കൂടി തല പെരുക്കുന്നത് പോലെ തോന്നി അവന്. അങ്ങനെ ഇപ്പോൾ 7ാമത്തെ ദിവസമായിരിക്കുകയാണ്. വേറെ പണിയൊന്നുമില്ലാതെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പരസ്യത്തിലായിട്ട് ഒരാളെ ന്യൂഡിൽസ് വലിച്ചു കയറ്റുന്നത് കാണുന്നത്. അത് കണ്ടതും അതുപോലെ തന്നെ ന്യൂഡിൽസ് തിന്നാനായിട്ട് നമ്മുടെ ജൂൻഹോന് ഒരു കൊതി. പിന്നെ ഒന്നും നോക്കിയില്ല, മാറ്റി വെച്ചിരുന്ന ന്യൂഡിൽസ് എടുത്ത് അതുപോലെ തന്നെ ആസ്വദിച്ചങ്ങ് തിന്നുന്നു. ആഹാ എന്താ ടേസ്റ്റ്. TV ഓഫ് ചെയ്ത് റിമോട്ട് എടുത്ത് അലക്ഷ്യമായിട്ട് ടേബിളിലേക്ക് ഇട്ടതും റിമോട്ട് തട്ടി കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം അങ്ങ് മറിഞ്ഞുപോയി. പക്ഷേ വലിയ കാര്യമാക്കുന്നില്ല. വെള്ളമല്ലേ, എത്ര വേണേലും എടുക്കാലോ. അതും വിചാരിച്ച് കിച്ചണിലേക്ക് ചെന്ന് ടാപ്പ് തുറന്നതും അതിന് വെള്ളമില്ല. ബാത്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അതിനകത്തുമില്ല വെള്ളം. നല്ല അസല 3G ആയ അവസ്ഥ. വേറെ വഴിയില്ലാതെ ടേബിളിൽ കിടന്ന വെള്ളം നക്കി കുടിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ 10 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ചെയ്യാനായിട്ട് ജോലികളൊന്നും ഇല്ലല്ലോ. അത് കാരണം ബോറടിച്ച് അവനൊരു പരുവായിട്ടുണ്ട്. TVയിലാണെങ്കിൽ കാണിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫോൺ ഉപയോഗിക്കാനാണെങ്കിൽ നെറ്റുമില്ല. വല്ലാത്തൊരു തേഞ്ഞ അവസ്ഥ. TV ഇല്ലെങ്കിൽ എന്താ, ഫോണിൽ റേഡിയോ ഉണ്ടല്ലോ. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഫോണിൽ ഉണ്ടായിരുന്ന റേഡിയോ ഓണാക്കുന്നു. പക്ഷേ റേഡിയോ ഓണാക്കണമെങ്കിൽ വയറുള്ള ഹെഡ്സെറ്റ് വേണം. അവന്റെ കയ്യിലുള്ളത് മുഴുവൻ ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് ആണേ. അതോടെ ആ പ്രതീക്ഷയും പോയി കിട്ടി. അങ്ങനെ ഇന്ന് 15ാമത്തെ ദിവസമായിട്ടുണ്ട്. കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല. ആ ഒരു അവസ്ഥയിൽ അവൻ ആശ്രയിച്ചത് തന്റെ അച്ഛന്റെ മദ്യക്കുപ്പികളെയാണ്. അടിച്ച് പാമ്പായിട്ട് കിറങ്ങി നടക്കുന്ന അവസ്ഥ. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അവൻ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കി. എന്നാൽ ആ സമയത്താണ് അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്നത്. എന്താണെന്ന് വെച്ചാൽ വാതിലും തുറന്നുകൊണ്ട് അവന്റെ അച്ഛനും അമ്മയും ചേച്ചിയെല്ലാം ദേ കയറി വരുന്നു. അമ്മയെ കണ്ടതും സങ്കടം സഹിക്കാനാവാതെ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. സന്തോഷവും സങ്കടവും എല്ലാം മിക്സ് ചെയ്തൊരവസ്ഥ. പക്ഷെ ഇതെല്ലാം അവന് തോന്നിയ വെറും ഒരു ഇല്യൂഷൻസ് മാത്രമായിരുന്നു കേട്ടോ. അതവന് സഹിക്കാനായില്ല. തന്റെ അവസ്ഥയോർത്ത് ഒരു ഭ്രാന്തനെ പോലെ അലറിക്കുവി കരയുകയാണ്. പക്ഷേ ആ കരച്ചിലിന് ശബ്ദം ഉണ്ടായിരുന്നില്ല കേട്ടോ. മാനസികമായിട്ടും ഒരുപാട് തളർന്നു പോയിരുന്നു അവൻ. അലറി കരയാൻ പോലും പറ്റാത്ത അവസ്ഥ എന്തൊരു ദയനീയമാണ്. ആ ഒരു ഫ്രസ്ട്രേഷനിൽ അങ്ങനെ തന്നെ കിടന്ന് അവൻ അല്പനേരം ഉറങ്ങിപ്പോയി. പിന്നീട് തന്റെ ഫോൺ അടിക്കുന്നത് കേട്ടാണ് അവൻ ചാടി എഴുന്നേൽക്കുന്നത്. അതവന്റെ അച്ഛന്റെ കോളായിരുന്നു. പക്ഷേ നെറ്റ്വർക്ക് ഇല്ലാത്തത് കാരണം പറയുന്നതൊന്നും വ്യക്തമാവുന്നില്ല. അവൻ വേഗം തന്റെ ഫോണ് സെൽഫി സ്റ്റിക്കിലേക്ക് വെക്കുന്നു. ശേഷം ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്ന് ഫോൺ കുറച്ചുകൂടി മുകളിലേക്ക് നീട്ടിപ്പിടിച്ചതും റേഞ്ച് കിട്ടി. താഴെയുള്ള സോംബികളാണെങ്കിൽ അവനെ കണ്ട് കടിച്ചു കയറാനുള്ള വെറിയോടെ നിൽക്കുവാണ്. മോനെ, അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഞാനും നിന്റെ ചേച്ചിയൊക്കെ അച്ഛന്റെ ഓഫീസിൽ സേഫ് ആയിട്ടുണ്ട്. എന്നാൽ അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതും പിന്നീട് അവൻ കേൾക്കുന്നത് അവരുടെ നിലവിളിയായിരുന്നു. സോംബികൾ അവരെ എല്ലാവരും ആക്രമിക്കുകയാണെന്ന് അവന് മനസ്സിലായി. ഇത് കേൾക്കുന്ന ജൂൻഹോന്റെ അവസ്ഥ എന്തായിരിക്കും? തന്റെ അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയൊക്കെ നിലവിളി കേട്ടതും അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതിന്റെ ദേഷ്യം മുഴുവനും അവൻ വീട്ടിലുള്ള വസ്തുക്കളോടാണ് തീർത്തത്. TVയും കണ്ണിൽ കണ്ടതെല്ലാം തല്ലി പൊളിക്കുവാണ്. ഇനി താൻ ആർക്ക് വേണ്ടിയാ ജീവിച്ചിരിക്കണ്ടേ? ഇനി തനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു ചുക്കുമില്ലെന്നുള്ള ഭാവമായിരുന്നു പിന്നീട് അവന്. ഒരു കൂസലമില്ലാതെ ധൈര്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി ചെന്നു അവൻ. ആദ്യം കണ്ട സോംബിയെ തന്നെ കയ്യിലുള്ള ഗോൾഡ് സ്റ്റിക്ക് വെച്ച് അടിച്ച് പഞ്ചറാക്കി കളഞ്ഞു. അവൻ അത്രയ്ക്ക് കലിപ്പിൽ നിൽക്കുവാണ്. അതേ കലിപ്പോടെ ഒരു കൈ കൂടി നോക്കിക്കളയാമെന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് ചെന്നപ്പോഴാണ് തുടക്കത്തില് അവന്റെ മുറിയിലേക്ക് ഇടിച്ചു കയറിയൊന്നും ഒരുത്തനില്ലേ, സോംബിയായി മാറിയ അയാള് വേറൊരാളെ കടിച്ചു തിന്നുന്നത് കാണുന്നത്. ജൂൻഹോയെ കണ്ടതും ആ
സോംബി അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. നിനക്ക് എന്താടാ കോപ്പ വേണ്ടത്? അതങ്ങോട്ട് ചോദിച്ചതും ശബ്ദം കേട്ടുകൊണ്ട് ദേ വരുന്നു കുറെ സോംബികള്. ഓ തേഞ്ഞ് ചെക്കൻ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. എന്നാൽ ഓടിച്ചെന്നതും ദേ അവിടെ നിൽക്കുന്ന സോംബി ഏത് തൊലഞ്ഞ നേരത്താണാവോ മുന്നിലുള്ള ലിഫ്റ്റിലേക്ക് ചെന്ന് കയറാൻ നോക്കിയപ്പോൾ അതാണെങ്കിൽ ഓവർലോഡ്. ചാറ പറാന്ന് സോംബികൾ. ഭാഗ്യത്തിന് എല്ലാം കൂടി കൂട്ടിയിടിച്ച് വീണതും ആ ഗ്യാപ്പ് കൊണ്ട് ജൂൻഹോ എവിടെയോ കയറി വിളിക്കുന്നു. എന്തായാലും സോംബികളുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. സകലതും പോയെന്ന് കണ്ടതും അവൻ പതിയെ തന്റെ ഫ്ളാറ്റിനടുത്തേക്ക് നടക്കുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴോ ഒരു പാവം അന്ധനായ സോംബി വാതിലിനടുത്ത് നിൽക്കുന്നത്. അത് നടന്നു പോകുന്നത് വരെ ജൂൻഹോ അനങ്ങിയതേയില്ല. അത് തന്നെ ക്രോസ് ചെയ്തു പോയതും അവൻ പതിയെ നടന്നു ചെന്ന് ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പെട്ടെന്ന് അകത്ത് കയറി ലോക്ക് ചെയ്തു. പക്ഷേ വാതിലടച്ചത് അല്പം ഒച്ചയിലായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സോംബികൾ മുഴുവനും അവന്റെ വാതിലിനടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. എല്ലാം കൂടി ഡോർ തുറക്കാനുള്ള ശ്രമത്തിലാണ്. ജൂൻഹോ സകല ശക്തിയും എടുത്ത് ലോക്ക് മുറുകെ പിടിച്ചിട്ടുണ്ട്. ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ 20 ദിവസങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പവർ സ്റ്റേഷനൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇത്രയും നാളും ഉണ്ടായിരുന്ന കറണ്ട് ഇപ്പോഴില്ല. കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല. പുറം ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല. ഇനിയും എന്ത് പ്രതീക്ഷയിലാണ് താൻ ജീവിക്കേണ്ടത്? ജീവിക്കാൻ തന്നെ മടുപ്പ് തോന്നിയവന് അപ്പോ തോന്നിയൊരു ചിന്തയില് അവൻ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി കഴുത്തില് കുടുക്കിട്ട് കസാരയിൽ നിന്നും എടുത്ത് ചാടിയപ്പോഴാണ് പെട്ടെന്ന് തൊട്ട് ഓപ്പോസിറ്റുള്ള ഫ്ളാറ്റിൽ നിന്നും ആരോ അവന്റെ മുഖത്തേക്ക് ലേസർ ലൈറ്റ് അടിക്കുന്നത്. ലൈറ്റ് കണ്ടതും പിടഞ്ഞുകൊണ്ടിരുന്നവൻ പണിപ്പെട്ട് ഒരു വിധത്തിൽ കുരുക്കിൽ നിന്ന് പുറത്തു ചാടുന്നു. ആ ലൈറ്റ് വീണ്ടും ചുവരിലുണ്ടായിരുന്ന ഓരോ പോസ്റ്ററുകളുടെയും ചില അക്ഷരങ്ങൾ ചെന്ന് പതിക്കുന്നുണ്ട്. എല്ലാം കൂടി കൂട്ടി വായിച്ചതും തന്നെ മണ്ടൻ എന്നാണ് വിളിച്ചതെന്ന് അവന് മനസ്സിലായി. കൂടാതെ പ്രതീക്ഷ കൈവിടരുതെന്നും ധൈര്യമായിട്ട് ഇരിക്കണമെന്നും പറയുന്നുണ്ട്. ഇതേ സമയം അപ്പുറത്തുള്ളത് ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ കണ്ടതും ചെക്കന് എവിടെ നിന്നൊക്കെയാണ് എനർജി കയറി വന്നതെന്ന് അറിയില്ല. ചാവാൻ പോയവനാണ്. വിശപ്പും ദാഹവും കാരണം കുഴഞ്ഞു പോയവനാണ് ഇങ്ങനെ ഹൈ വോൾട്ടേജിൽ കത്തി നിൽക്കുന്നത്. ആവേശത്തില് അവൻ എന്തോ പറയാനായിട്ട് വന്നതും അവൾ പെട്ടെന്ന് തടയുന്നു. ഇപ്പോഴല്ല, നാളെ രാവിലെ 7 മണിക്ക്. അതുവരെ ശബ്ദമുണ്ടാക്കരുത്. ആംഗ്യ ഭാഷയിൽ അത്രയും അവനോട് പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ സോംബികളെല്ലാം കൂടി വന്ന് ചാമ്പിയിട്ട് പോയേനെ. ഇപ്പോ കാണിച്ചവളാണ് നമ്മുടെ നായിക. പേര് യൂബിൻ. ആള് നമ്മുടെ ജൂൻഹോയിനെ പോലെയല്ല. അവൾക്ക് എല്ലാത്തിനും നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. റൂമിന് പുറത്ത് സോംബികൾ വന്നാൽ അറിയാൻ വേണ്ടി കുപ്പിച്ചില്ലുകൾ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി അഥവാ അകത്തേക്ക് കയറിയാൽ തന്നെ സോംബികളെ വീഴ്ത്താനായിട്ട് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ കഴിക്കേണ്ട ആഹാരത്തിനും കുടിക്കേണ്ട വെള്ളത്തിനും എല്ലാം കൃത്യ അളവുണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ മുറിയിലായിട്ട് ഒരു കുഞ്ഞു ചെടി കൂടി വളർത്തുന്നുണ്ടവൾ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയതും ജൂൻഹോ ഞെട്ടിക്കൊണ്ടാണ് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത്. നല്ല കൃത്യനിഷ്ഠയായതുകൊണ്ട് തന്നെ എഴുന്നേറ്റപ്പോൾ സമയം 11 മണിയായിരുന്നു. അവൻ വേഗം ഓടി ബാൽക്കണിയിലേക്ക് ചെന്നെങ്കിലും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ആകെ നിരാശയിലായി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് യൂബിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ചുറ്റിനും ഒന്ന് നോക്കി സേഫ് ആണെന്ന് ഉറപ്പാക്കിയ ശേഷം അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി വരുന്നു. അവളെ കണ്ടതും ചെക്കൻ വീണ്ടും ഓണായി. താമസിച്ചതിന് സോറിയൊക്കെ പറയുന്നുണ്ട്. വീണ്ടും അവൻ എന്തോ പറയാനായിട്ട് വന്നപ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേട്ടുകൊണ്ട് അവൾ അകത്തേക്ക് പോകുന്നത്. അപ്പോ തന്നെ തിരികെ വന്ന് വീണ്ടും നാളെ 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിൻഡോ ക്ലോസ് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവളൊരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നോ? വാതിലും തുറന്ന് അകത്തേക്ക് വന്നൊരു സോംബി അതിൽ കുടുങ്ങിപ്പോയി. അവള് കയ്യിൽ കുഞ്ഞൊരു കൊടാലിയുമായിട്ട് ആ സോംബിയുടെ അടുത്തേക്ക് വരുന്നു. ശേഷം അതിന്റെ തലമണ്ട നോക്കി ഒരൊറ്റ വെട്ട്. സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. വൈകുന്നേരമായതും നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. യൂബിനും ജൂൻഹുവും കൂടി കിട്ടിയ പാത്രങ്ങളിലെല്ലാം മഴവെള്ളം ശേഖരിച്ചു വെക്കുകയാണ്. പുറത്തേക്ക് നോക്കിയിരുന്നവൾ എന്തോ കണ്ടെന്ന പോലെ പെട്ടെന്ന് ബൈനോക്കുലർ എടുത്ത് നോക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഫ്ളാറ്റിലെ 8ാമത്തെ നിലയിലായിട്ട് ആരെയും കാണുന്നില്ല. അത് കാലിയായി കിടക്കുന്നു. അവിടേക്ക് പോയാൽ കുറച്ചും കൂടി സേഫ് ആണെങ്കിലോ? അങ്ങനെ പിറ്റേന്നായതും ജൂൻഹു കിട്ടിയ വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. കുളിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഒടുക്കത്തെ വിശപ്പ് ഒട്ടിയൊട്ടി ഇനി ഒട്ടാൻ വയറില്ലാത്ത അവസ്ഥയിലാണ്. അവന്റെ ഈ അവസ്ഥ കണ്ടതും അവള് വേഗം തന്നെ കുറച്ച് ഭക്ഷണം ഒരു ബോളിലാക്കുന്നു. അതിലൊരു കയറ് കെട്ടി സകല ശക്തിയും എടുത്ത് അവന്റെ അടുത്തേക്ക് ഒരൊറ്റ ഏറ്. എന്നാൽ അത് ആ ഫ്ളാറ്റിന്റെ 7 അയലത്ത് പോലും ചെന്നില്ല. ഇനി എന്ത് ചെയ്യും എന്നറിയാൻ നിൽക്കുമ്പോഴാണ് ജൂൻഹു തന്റെ ഡ്രോൺ എടുത്ത് അതിലൊരു കയർ കെട്ടി അവളുടെ ഫ്ളാറ്റിലേക്ക് പറത്തി വിടുന്നത്. ഡ്രോൺ അടുത്തെത്തിയതും അവള് വേഗം തന്നെ ആ കയറൂരി ബാൽക്കണിയിലുള്ള ഒരു കമ്പിയിലായിട്ട് കെട്ടുന്നു. ശേഷം ഒരു ബാഗിലായിട്ട് കുറച്ച് ഭക്ഷണം എടുത്ത് ആ കയറിലൂടെ തന്നെ അവന്റെ ഫ്ളാറ്റിലേക്ക് വിടുന്നു. ഫുഡ് കിട്ടിയതും അവൻ ആർത്തിയോടെ വലിച്ചു വാരി കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. വേഗം തന്നെ അവളുടെ താഴേക്ക് നോക്കാൻ അവൻ ആംഗ്യം കാണിക്കുന്നു. നോക്കിയപ്പോഴോ യൂബിൻ നേരത്തെ ഒരു ബോൾ എടുത്തെറിഞ്ഞില്ലേ, അതിന്റെ അറ്റത്തായിട്ട് ഒരു കയറുണ്ടായിരുന്നു. ആ കയറിൽ പിടിച്ച് ഒരു സോംബി മുകളിലേക്ക് കയറി വരികയാണ്. അവൾ ഓടിച്ചെന്ന് ആ കയർ അഴിച്ചുവിടാൻ നോക്കിയതും സോംബി ആ കയറിൽ പിടിച്ചൊരൊറ്റ വലി. കയറ് കിട്ടിയിരുന്ന ആ ടേബിൾ തട്ടി നിലത്തേക്ക് വീണുപോയ യൂബിന്റെ ബോധം അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. സോംബി ആണെങ്കിൽ കയറിൽ പിടിച്ച് പതിയെ പതിയെ മുകളിലേക്ക് വരികയാണ്. ജൂൻഹോൻ ആകെ ടെൻഷനായി. എന്ത് ചെയ്യും, എങ്ങനെ രക്ഷിക്കും? കയ്യിൽ കിട്ടിയതെല്ലാം ആ സോംബിയുടെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൻ അതിന്റെ ശ്രദ്ധ തിരിക്കാൻ നോക്കുകയാണ്. പക്ഷേ അതൊരു വെറൈറ്റി സോംബി ആയിരുന്നു. മേലോട്ട് നോക്കി ഇരിക്കത്തേ ഉള്ളൂ. അവനെ നോക്കിയോ നാക്കി ചിരിച്ചുകൊണ്ട് സോംബി വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി. ആഹാ, എന്നോടാണോ നിന്റെ കളി? അതും പറഞ്ഞ് അവൻ തന്റെ ഡ്രോൺ പറപ്പിക്കുന്നു. അത് വെച്ച്
പറ്റാവുന്നത് പോലെയൊക്കെ സോംബിയുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് ആ ട്രോണിനെ കയറി ഒരൊറ്റ പിടി. ആ ഒരു പ്രതീക്ഷയും പോയി. ഇനി എന്ത് ചെയ്യും? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് സോംബി വീണ്ടും മുകളിലേക്ക് കയറിയതും യൂബിൻ വന്ന് തന്റെ കോടാലി വെച്ച് അതിന്റെ കൈ ഒരൊറ്റ വെട്ടായിരുന്നു. അതോടെ പടക്കക്കട ഹുദാഹവ. കൂട്ടത്തിലൊരു സോംബി തട്ടിപ്പോയതും മറ്റു സോംബികൾക്കൊന്നും അതങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഇതേ സമയം താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഫുഡെല്ലാം വേസ്റ്റായി പോയതിന്റെ സങ്കടത്തിലായിരുന്നു അവൾ. ഇപ്പോ രണ്ടുപേരുടെ കയ്യിലും ഫുഡില്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെ പോയാല് പട്ടിണി കിടന്ന് ചാവേണ്ട അവസ്ഥ വരും. അന്ന് രാത്രി തന്നെ കയ്യിലും കാലിലുമെല്ലാം വെച്ച് കെട്ടി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നു. ആരുമില്ലാത്ത ഫ്ളാറ്റുകളാണ് ലക്ഷ്യം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തുടക്കത്തിലായിട്ട് അവന്റെ മുറിയിലേക്ക് ഒരുതൻ ഓടി വന്ന് കയറിയില്ലേ, അവൻ അവിടെ ചത്ത പുഴുവരിച്ച് ജീർണിച്ച് മലച്ച് കിടക്കുന്നത് കാണുന്നത്. മൂക്കും പൊത്തി പതിയെ അവന്റെ അടുത്തേക്ക് വന്ന ശേഷം അതിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന താക്കോൽ എടുക്കുന്നു. ശേഷം അയാളുടെ ഫ്ളാറ്റ് തുറന്ന് പതിയെ അകത്തേക്ക് കയറി ഫ്രിഡ്ജ് തുറന്ന് കഴിക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്ത് ബാഗിൽ കയറ്റുന്നു. പിന്നീട് പതിയെ ബെഡ്റൂമിലേക്ക് കയറിയപ്പോഴാണ് അയാൾ പറഞ്ഞിരുന്ന ചേട്ടൻ ഒരു മൗണ്ടൈൻ ഹൈക്കറാണെന്ന് മനസ്സിലായത്. അങ്ങനെയെങ്കിൽ ആവശ്യമായ എന്തെങ്കിലും അവിടുന്ന് കിട്ടാതിരിക്കില്ല. മാത്രമല്ല ബെഡിലായിട്ട് ഒരു ഡെഡ് ബോഡിയും കിടപ്പുണ്ടായിരുന്നു. ഡെഡ് ബോഡി ആയതുകൊണ്ട് തന്നെ അവൻ അത് വലിയ കാര്യമാക്കാതെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തപ്പാൻ തുടങ്ങി. ഒരു ഹെഡ്സെറ്റ്, 2 വാക്കിട്ടോക്കി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതെല്ലാം അവൻ സേഫ് ആയിട്ട് ബാഗിലേക്ക് വെക്കുന്നു. ശേഷം തിരികെ പോകാൻ നോക്കിയതും ആ കിടക്കുന്ന ഡെഡ് ബോഡി ആരുടെയാണെന്ന് അറിയാനുള്ള ഒരു ത്വര. അവൻ അതിന്റെ ഷീറ്റ് അങ്ങോട്ട് മാറ്റിയതും പിറകിലൂടെ പാഞ്ഞു വന്നൊരു സോംബി അവന്റെ ദേഹത്തേക്ക് ചാടി വീണത് ഒരുമിച്ചായിരുന്നു. ഭാഗ്യത്തിന് ആ ഡെഡ് ബോഡിയും കൊണ്ടായിരുന്നു അവൻ താഴേക്ക് വീണത്. അത് കാരണം സോംബിക്ക് അവനെ കടിക്കാനും പറ്റിയില്ല. എങ്ങനെയൊക്കെ ഓടിപ്പിടിച്ച് പുറത്തേക്കിറങ്ങി ജീവനം കൊണ്ടോടി തന്റെ ഫ്ളാറ്റിൽ കയറി രക്ഷപ്പെടുന്നു. വന്ന് കയറിയപ്പോൾ തന്നെ ആള് കിട്ടിയ ഫുഡെല്ലാം കുറച്ച് കഴിച്ച് വിശപ്പടക്കി. ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ഫുഡും ഒരു വാക്കിട്ടോക്കിയും കൂടി ഒരു ബാഗിലാക്കിയ ശേഷം അത് കയറി വഴി യൂബിന്റെ ഫ്ളാറ്റിലേക്ക് വിടുന്നു. പിറ്റേന്ന് വാക്കിട്ടോക്കി വഴി യൂബിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ജൂൻഹോ ഉറക്കം എഴുന്നേൽക്കുന്നത്. ആദ്യമായിട്ട് അവളുടെ ശബ്ദം കേട്ടതിന്റെ എക്സൈറ്റ്മെന്റിൽ അവൻ ഉച്ചത്തിൽ സംസാരിച്ചതും പതുക്കെ പതുക്കെ സംസാരിക്ക്, ശരി ശരി പതിയെ സംസാരിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് മഴ പെയ്യുന്നത് പോലെ എന്തൊരു ശബ്ദം. രണ്ടുപേരും പാത്രം വെക്കാനായിട്ട് വേഗം ബാൽക്കണിയുടെ ഡോർ തുറന്നെങ്കിലും മഴ പോയിട്ട് മാ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ കേൾക്കുന്ന ശബ്ദം എന്താണെന്നല്ലേ, അത് അവളുടെ അപ്പാർട്ട്മെന്റിൽ കൂടി സോംബികൾ കൂട്ടത്തോടെ ഓടുന്ന ശബ്ദമായിരുന്നു. രണ്ടുപേരും ശ്വാസം അടക്കി പിടിച്ച് നിലത്ത് ശബ്ദമില്ലാതെ കിടക്കുവാണ്. എന്നാല് അബദ്ധത്തിലെ യൂബിന്റെ കൈ തട്ടി ഒരു ടേബിൾ നിലത്തേക്ക് വീഴുന്നു. അതോടെ ഓടിക്കൊണ്ടിരുന്ന സോംബികളെല്ലാം ശബ്ദം കേട്ടതും അവിടെ അങ്ങ് നിന്നു. ശേഷം എല്ലാം കൂടി കൂട്ടത്തോടെ അവളുടെ ഫ്ളാറ്റിനടുത്തേക്ക് വരാൻ തുടങ്ങി. തന്റെ ജീവിതം ഇവിടെ തീർന്നെന്ന് കരുതിപ്പോയവൾ പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ. ജോൺഹോ വേഗം തന്നെ ലാൻഡ് ഫോൺ എടുത്ത് യൂബിന്റെ അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള വേറെ ഏതൊരു ഫ്ളാറ്റിലേക്ക് ഡയൽ ചെയ്യുന്നു. അതോടെ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും സോംബികൾ മുഴുവൻ അങ്ങോട്ടേക്ക് വെച്ചുപിടിച്ചു. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ഇനിയും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. രണ്ടുപേരും വേഗം തന്നെ 8ാമത്തെ നിലയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതിനാവശ്യമായ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാണ് രണ്ടുപേരും. 8ാമത്തെ നിലയിൽ ആരും ഇല്ല എന്ന് നിനക്ക് ഉറപ്പല്ലേ? ഉറപ്പാണ്. ആ നില മുഴുവൻ ഒഴിഞ്ഞു കിടക്കുക. ശരി, ഞാൻ ആദ്യം താഴേക്ക് പോയിട്ട് അവറ്റകളുടെ ശ്രദ്ധ തിരിക്കാം. അവൻ അതങ്ങോട്ട് പറഞ്ഞു തീർന്നില്ല. യൂബിൻ കയറിൽ തൂങ്ങിയിട്ട് താഴേക്ക് ഒരൊറ്റ ചാട്ടമായിരുന്നു. താഴേക്ക് എത്തിയതും തന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന സോംബികളെ മുഴുവനും അവളെ വെട്ടി വീഴ്ത്തുവാണ്. ഇതെല്ലാം കണ്ട ജുൻഹു അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ വായും തുറന്നു നിന്നുപോയി. അമ്പോ, ഇവൾ എന്തായി കാണിക്കുന്നത്? ഇവിടെ യൂബിൻ ആണെങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിലാണ്. ആ ഏരിയയിലുള്ള സകല സോംബികളും അവളുടെ കൂടെ തന്നുണ്ട്. എങ്ങനെയൊക്കെയോ എല്ലാത്തിന്റെ പിടിയിൽ നിന്ന് ഊരി ഓടുന്ന വഴിക്കാണ് തറയിൽ കിടന്ന് ആ പോലീസുകാരുടെ തോക്ക് അവൾക്ക് കിട്ടുന്നത്. അതങ്ങോട്ട് എടുത്തതും പെട്ടെന്നൊരു സോംബി അവളുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നു. അതവളെ കടിച്ചില്ല എന്നായതും ജൂൻഹു ഓടി വന്ന് അതിനെ അടിച്ച് താഴെയിട്ടത് ഒരുമിച്ചായിരുന്നു. ശേഷം അവളെയും വലിച്ചുകൊണ്ട് അവൻ നോഡടാ ഓട്ടം. സകല സോംബികളും അവരുടെ പിറകെ തന്നുണ്ട്. ഒരു വിധത്തില് എങ്ങനെയൊക്കെ ഓടിപ്പടഞ്ഞു ചെന്ന് ലിഫ്റ്റിൽ കയറി രക്ഷപ്പെടുന്നു. ഹോ കർത്താവേ, നീ കാത്തു. അങ്ങനെ അവർ 8ാമത്തെ നിലയിലെത്തുന്നു. വിചാരിച്ചതുപോലെ അവിടെയെല്ലാം ക്ലിയർ ആണ്. പക്ഷേ അത് അവരുടെ വിചാരം മാത്രമായിരുന്നു കേട്ടോ. കാരണം അവർ ചെന്ന് കേറിക്കൊടുത്തത് നേരെ സോംബികളുടെ വായിലേക്കായിരുന്നു. ഇവരെ കണ്ട ഉടനെ ആ സോംബി ഒരു അവിഞ്ഞ ശബ്ദമുണ്ടാക്കിയതും വലത്തോന്നും ഇടത്തോന്നും താഴേന്ന് മോളിൽ എല്ലാം സോംബികൾ പാഞ്ഞു വരാൻ തുടങ്ങി. ഇനിയിപ്പോ എങ്ങോട്ടാ ഓടേണ്ടെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഏകദേശം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ആരോ ഒരാൾ ഇവരുടെ അടുത്തേക്ക് ഒരു ടിയർ ഗ്യാസ് വലിച്ചെറിയുന്നത്. സോംബികളുടെ ശ്രദ്ധ മാറിയെന്ന് കണ്ടതും അയാൾ ഇവരെയും വലിച്ചുകൊണ്ട് തന്റെ ഫ്ളാറ്റിൽ കയറി കഥ അടയ്ക്കുന്നു. പക്ഷേ യൂബിനാണെങ്കിൽ അയാളെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ആരോട് താൻ ഞങ്ങളെ എന്തിനാ രക്ഷിച്ചത്? അതുകൊള്ളാം, നിങ്ങളല്ലേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കിടന്ന് കരഞ്ഞത്. എന്നിട്ടും അവർക്ക് വിശ്വാസമായില്ല. അത് കാരണം അയാൾ കൊടുത്ത വെള്ളം പോലും കുടിക്കാൻ ഒരു മടി. അതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിലോ? അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അയാൾ ആ വെള്ളം കുടിച്ചു കാണിച്ച ശേഷമാണ് രണ്ടുപേരും വെള്ളം കുടിക്കുന്നത്. പിന്നീട് അയാൾ കൊടുത്ത ഫുഡും ആർത്തിയോടെ വലിച്ചു വാരി തിന്നുന്നു. റെസ്ക്യൂ ടീം വരുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ കഴിയാം. റെസ്ക്യൂ ടീമോ? സത്യമായിട്ട് വരുമോ? അപ്പോ നിങ്ങൾ ടിവിയിലെ ന്യൂസ് ഒന്നും കണ്ടില്ലേ? അത് കേട്ടിട്ടല്ലേ ഇങ്ങോട്ട്
ഇങ്ങോട്ട് വന്നത്? അയാൾ പറയുന്നത് കേട്ടതും രണ്ടുപേർക്ക് ഒടുക്കത്ത സന്തോഷം. അല്ല, നിങ്ങൾ എങ്ങനെയാ ഇത്രയും നാളും ഇവിടെ ഒളിച്ചിരുന്നത്? അത് ഞാൻ എന്റെ ഭാര്യ കാണാതെ സിഗരറ്റ് വലിക്കാൻ ഒളിച്ചിരുന്ന് ശീലിച്ചതാ. ഒരു തമാശയോടെ അയാളത് പറഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരു ഫീഡിംഗ് ബോട്ടിൽ അവൾ കാണുന്നത്. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? ഇല്ലല്ലോ, എനിക്ക് കുട്ടികളൊന്നുമില്ല. പക്ഷേ അവിടെ വെച്ചിരിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ കണ്ടതും അവൾക്ക് സംശയം വരുന്നു. പെട്ടെന്നാണ് നമ്മുടെ ജൂൻഹു ബോധം കെട്ട് വീഴുന്നത്. തൊട്ടു പിറകെ തന്നെ യൂബിന് മയക്കം പോലെ വരുന്നു. അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിലായിരുന്നില്ല, കഴിക്കാനുള്ള ഫുഡിലായിരുന്നു അയാൾ മയങ്ങാനുള്ള മരുന്ന് ചേർത്തത്. അങ്ങനെ പാതി ബോധത്തിലായിരുന്ന യൂബിനെ അയാൾ വലിച്ചുകൊണ്ടുവന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു റൂമിലിട്ട് പൂട്ടുന്നു. ഒന്നും മനസ്സിലാവാതെ അവൾ ചുറ്റിന് നോക്കുമ്പോഴാണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സോംബി അവൾ കാണുന്നത്. അത് അയാളുടെ വൈഫായിരുന്നു. ഇവിടെ എത്തുന്ന ആൾക്കാരെ മുഴുവനും ഇങ്ങനെ ട്രാപ്പിലാക്കി വൈഫിനെ തിന്നാൻ കൊടുക്കലാണ് ആളുടെ പണി. ഭാര്യയോടുള്ള സ്നേഹമൂത്ത് വട്ടായ ഒരു ഒന്നാന്തര സൈക്കോ. ആ സോംബിയെ കെട്ടിയിട്ടിരിക്കുന്ന ബെൽറ്റിന്റെ ഒരറ്റം അയാളുടെ കയ്യിലുണ്ട്. പതിയെ പതിയെ അയാളത് ലൂസാക്കി വിടാൻ തുടങ്ങി. അതിനനുസരിച്ച് ആ സോംബി യൂബിന്റെ അടുത്തേക്ക് എഴഞ്ഞു വരികയാണ്. കൈ കെട്ടിയേക്കുന്നത് കാരണം അവൾക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്റെ വൈഫ് കുറച്ച് ദിവസങ്ങളായിട്ട് വിശന്നിരിക്കുവാ. എത്രയാണെന്ന് വെച്ചാ ഞാൻ അവളുടെ വിശപ്പ് കാണുന്നത്. ഇതല്ലാതെ എനിക്ക് വേറെ മാർഗമൊന്നും ഇല്ലാത്തോണ്ടാ, സോറി. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ജൂൻഹുവിന് ബോധം വന്നിരുന്നു. ഞാൻ എന്റെ ഭാര്യയെ രക്ഷിക്കാൻ നോക്കുന്നത് അത്ര വലിയ തെറ്റാണോ? അതും പറഞ്ഞ് അയാൾ ആ ബെൽറ്റിന്റെ പിടി മുഴുവൻ വിടുന്നു. ജൂൻഹു ഓടിച്ചെന്ന് ബെൽറ്റിൽ പിടിക്കാൻ നോക്കുമെങ്കിലും അത് അവന്റെ കയ്യിൽ കിട്ടിയില്ല. കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ റൂമിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ശബ്ദങ്ങൾ മുഴുവൻ നിലയ്ക്കുന്നു. തന്റെ ഭാര്യയുടെ വിശപ്പ് മാറിക്കാണുമെന്ന് കരുതി അയാൾ പതിയെ വാതിൽ തുറന്ന് നോക്കിയതും യൂബിൻ സോംബിയുടെ തല തുണി കൊണ്ട് മൂടി അയാളുടെ നേർക്കൊരൊറ്റ തള്ള്. അതോടെ അയാളുടെ ഭാര്യ തന്നെ അയാളെ കടിച്ചു പറിച്ച് തിന്നാൻ തുടങ്ങി. എന്നാൽ അയാൾക്കാണെങ്കിലോ തന്റെ ഭാര്യയുടെ വിശപ്പ് മാറുമല്ലോ എന്നുള്ള സന്തോഷവും. ഇനിയിപ്പോ അയാളെ സോംബിയായി മാറില്ലേ? അതിനു മുന്നേ തന്നെ യൂബിൻ രണ്ടുപേരെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ വെടിവെച്ച കേട്ടതും ആ ഏരിയയിലുള്ള സോംബികൾ മുഴുവനും തിരമാല കണക്കെ ആ അപ്പാർട്ട്മെന്റിലേക്ക് പാഞ്ഞു വരാൻ തുടങ്ങി. അതോടെ ഇവിടുന്ന് തങ്ങൾക്കിനി ഒരു രക്ഷയുമില്ലെന്ന് രണ്ടുപേർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു സോംബിയായിട്ട് മരിക്കുന്നതിലും നല്ലത് മനുഷ്യനായിട്ട് തന്നെ മരിക്കുന്നതല്ലേ? അവൾ കയ്യിലുള്ള തോക്ക് ജൂൻഹോന് കൊടുത്ത ശേഷം തന്നെ ആദ്യം കൊല്ലാൻ പറയുന്നു. പക്ഷേ ആദ്യം അവൻ അതിന് തയ്യാറാകുന്നില്ല. ഒടുക്കം ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലായതും അവൻ അവൾക്ക് നേരെ തോക്ക് ചുണ്ടുന്നു. കൈകൾ വിറച്ച് കണ്ണുകൾ നിറഞ്ഞൊഴുകി പൊട്ടിക്കരയുകയാണവൻ. പാവ ജൂൻഹോന് അവളെ കൊല്ലാൻ പറ്റുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് പുറത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. വേഗം തന്നെ രണ്ടുപേരും പുറത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ദേ റെസ്ക്യൂ ടീം എത്തിയിരിക്കുന്നു. രണ്ടുപേർക്കും സന്തോഷം അടക്കാനായില്ല. പക്ഷേ റെസ്ക്യൂ ടീം തങ്ങളെ കാണണമെങ്കിൽ റൂഫ് ടോപ്പിലേക്ക് എത്തണം. പിന്നെ ഒരു നിമിഷം പോലും വൈകിയില്ല. രണ്ടും കൂടി കതകം തള്ളി തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ടിയർ ഗ്യാസ് ഒക്കെ എറിഞ്ഞ് സോംബികളുടെ ശ്രദ്ധ മാറ്റി മുന്നിൽ വരുന്നതിനെല്ലാം അടിച്ചൊതുക്കി അവർ മുന്നോട്ടേക്ക് പായുകയാണ്. എന്നാൽ അവരുടെ പിറകിലായിട്ട് സോംബികളുടെ ഒരു സാഗരം തന്നെ ഉണ്ടായിരുന്നു. സകലതും വെറുപിടിച്ച് അവരുടെ പിറകെ പായുകയാണ്. ഒരു വിധത്തില് എങ്ങനെയൊക്കെയോ രണ്ടുപേരും കൂടെ റൂഫ് ടോപ്പിലെത്തി വാതിലടയ്ക്കുന്നു. പക്ഷേ അവർ വിചാരിച്ചതുപോലെ അവിടെ റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയായിരുന്നു. ഇപ്പൊ അത് നഷ്ടപ്പെട്ടു. ആരെങ്കിലും രക്ഷിക്കാൻ വരണേ, ഞങ്ങളുടെ ജീവനോടെ ഉണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ടുപേരെ മലറി വിളിക്കുകയാണ്. പക്ഷേ അവരെ രക്ഷിക്കാനായിട്ട് ആരും വരുന്നില്ല. എന്നാൽ ഈ ശബ്ദം കേട്ടതും സോംബികൾ മുഴുവനും കതകം തള്ളിപ്പൊളിച്ച് പുറത്തേക്ക് വരുന്നു. അത് കണ്ട ജൂൻഹു വേഗം തോക്കെടുത്ത് വെടിവെച്ചെങ്കിലും തോക്കിലാകെ 2 ബുള്ളറ്റേ ഉണ്ടായിരുന്നുള്ളൂ. മരണം മുന്നിൽ കണ്ട നിമിഷം എല്ലാം ഈ നിമിഷം ഇവിടെ തീരുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നല്ല മരണമാസ് എൻട്രിയുമായിട്ട് നമ്മുടെ റെസ്ക്യൂ ടീം അങ്ങോട്ടേക്ക് വരുന്നത്. അവര് വന്നതും സോംബികളെ മുഴുവനും ചാറ പറന്ന് വെടിവെച്ചിടാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് തന്നെ ജൂൻഹുവിനെ യൂബിനെ റെസ്ക്യൂ ചെയ്ത് അവർ ഹെലികോപ്റ്ററിലേക്ക് കയറ്റിയിരുന്നു. പിന്നീട് ഒരു സെക്കൻഡ് പോലും വൈകാതെ അവർ അവിടുന്ന് പായുകയാണ്. അല്പദൂരം ചെന്നപ്പോൾ തന്നെ അവന്റെ ഫോണിലായിട്ട് നോട്ടിഫിക്കേഷൻസ് വരാൻ തുടങ്ങി. അത് അവന്റെ അച്ഛന്റെയും അമ്മയുടെയൊക്കെ മിസ് കാൾസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവർക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിഭയങ്കരമായൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. മരണത്തിന്റെ വക്കത്ത് നിന്നും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറിയ നിമിഷം. ഇങ്ങനൊരു ഹാപ്പി എൻഡിങ് രണ്ടുപേരും കരുതി കാണില്ല എന്നതാണ്. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ജൂൻഹുവിനെ യൂബിനെ കാണിച്ചുകൊണ്ട് ഈ മൂവിയോട് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.